മുക്കിലും മൂലയിലുമല്ല ലഹരി വ്യാപകമാവുകയാണ്. മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് MDMA. മനുഷ്യൻ നാടോടികളായി അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലം മുതലുള്ള ചരിത്രം സൂചിപ്പിക്കുന്നത് മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ കുടിയേറ്റം മനുഷ്യന്റെയും ജനിതക വാസനയാണെന്നാണ്. അന്ന് യാത്രകളുടെ ലക്ഷ്യം തൊഴിലും ജീവിതവൃത്തിയുമായിരുന്നെങ്കിൽ ഇന്ന് ഉന്നത ജീവിത നിലവാരം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, നിലവിലുള്ള സാമൂഹിക അന്തരീക്ഷത്തോടുള്ള മടുപ്പ് എന്നിങ്ങനെ കാരണങ്ങൾ പലതാണ്. കേരളത്തിൽ നിന്ന് 35,000 പേർ എല്ലാവരും പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണല്ലോ. പണം ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും അത് തന്നെ. ഞാനിതൊക്കെ പറയുമ്പോ ഈ പിള്ളേരൊരു വാക്ക് പറയുമല്ലോ. എന്താണ്? ഓ, കണ്ട വൈബ്. അല്ല, നമുക്കൊക്കെ വയസ്സ് പ്രായമൊക്കെ ആയില്ല. ഈ പിള്ളേരോടൊക്കെ മുന്നിലെത്താൻ നമുക്കൊക്കെ പറ്റും. അവർക്ക് അറിയില്ലല്ലോ നമ്മളും പണ്ടൊരു വൈബായിട്ടുണ്ടെന്ന്. പിന്നെ ഇവരെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വാക്കും ന്യൂ ജനറേഷൻ, അതായത് പരിണാമ സിദ്ധാന്തം. ഉടങ്ങളിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനുണ്ടാണ്. മനുഷ്യൻ അടപ്പടിച്ച് മൃഗമാവുന്ന അവസ്ഥ. ഇതൊക്കെ അവരുടെ അല്ല, നമ്മുടെ നാട്ടിലെ പിള്ളേരെ കളിച്ചും തിരിച്ചും വായിച്ചൊക്കെ വളരാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ വായനശാലകളും ക്ലബുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറെ രാഷ്ട്രീയവും പിന്നെ വിവാഹനാവകാശവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും. അത് കൂട്ടിക്കാം. അത് ഒന്നും നടന്നില്ലെങ്കിൽ കൂടോത്ര പൊട്ടനും ക്രൂരോത്ര ചെയ്യും. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴൊക്കെ പിള്ളേരുടെ വേഷം കണ്ട ഒരങ്ങനെയേതാ മനുഷ്യനേതാന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ല, നിങ്ങൾ തന്നെ പറ.
ശരിക്കൊന്നും തോർത്തിട്ട് പോലുമില്ല. ഓ അമ്മ തോർത്തിത്തരാം. ഇവിടെ നിൽക്കണ ചെക്ക. അമ്മയൊന്ന് മാറിക്കേ, ഞാൻ ചെയ്തോളാം. ഈ നടങ്ങി നിൽക്കണ ചെക്ക. അമ്മ തോർത്തിത്തരാന്ന്. ഓ ഈ അമ്മയുടെ ഒരു കാര്യം. ഇവിടെ എന്നെ കേട്ട് ഓടിക്കല്ലേടാ. ഈ ചെക്കൻ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അമ്മയൊന്ന് മാറി. ആരെങ്കിലും കണ്ട എന്നെ കളിയാക്കും. ഞാനെന്താ കൊച്ചുകുട്ടിയാ? പിന്നല്ലാതെ. അതെ, എനിക്ക് വയസ്സ് 24 എത്രയായാലും അമ്മയ്ക്ക് നീയെന്നും ആ കൊച്ചുണ്ണിയല്ലേടാ. അമ്മയുടെ താരാട്ടിൽ ഈ നെഞ്ചിൽ ചേർന്നതെന്ന് എന്റെ കുഞ്ഞുണ്ണി. ഹൈദരാബാദിൽ പോയ പിന്നെ ഇതെന്ത് കോലാടാ. നിനക്ക് ഈ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി നിനക്ക് നടന്നൂടെ? ആളുകളെ കൊണ്ടുവരുന്ന അബൂതും പറയിപ്പിക്കാനായിട്ട്. ആളുകൾ എന്നും പറയട്ടെ, അമ്മയ്ക്ക് അറിയില്ലേ അമ്മയുടെ ഉണ്ണിയെ? പിന്നല്ലാതെ. അമ്മയുടെ ഉണ്ണിനെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്ക് മനസ്സിലാക്കാൻ പറ്റുക? നീ എന്നും എന്റെ മനസ്സ് തെച്ചു വെച്ച് ഓടിക്കളിക്കുന്നു. ആ പൊന്നോമന അല്ലേടാ. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മേ 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 ഇത് കുരങ്ങിൽ നിന്നും പരിണമിച്ച് മനുഷ്യനായി മാറിയെന്ന് അവകാശപ്പെടുന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമല്ല. മദ്യവും മയക്കുമരുന്നും തലയ്ക്ക് പിടിച്ച് അക്രമ രാഷ്ട്രീയത്താൽ ഭിന്നിപ്പിക്കപ്പെട്ട പുതിയ തലമുറയുടെ നൂതന സിദ്ധാന്തം. വിദ്യാഭ്യാസം കൂടുന്തോറും വിവരവും മനുഷ്യത്വവും കുറഞ്ഞ് മനുഷ്യൻ മൃഗമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന നെറുകേടിന്റെ സിദ്ധാന്തം.